ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ടു അവർ ചാനൽ സ്നാക്ക് ടൈം കേരള. ഇന്നുണ്ടാക്കാൻ പോകുന്ന വിഭവം ബീഫ് കത്തായിഫാണ്. കത്തായിഫ് എന്നുള്ള വാക്ക് ആർക്കും അധികം പരിചയം കാണില്ല, അതുകൊണ്ട് അതെന്താണെന്ന് നോക്കാം. ഇനി അതിലേക്ക് ആദ്യമായിട്ട് നമ്മൾ ഫില്ലിങ്സാണ് തയ്യാറാക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് 250 ഗ്രാം ബീഫ് ഗ്രൈൻഡ് ചെയ്തത്, 2 ചെറിയ കിഴങ്ങ് ചെറുതായി കട്ട് ചെയ്തത്, 2 ചെറിയ സവാള അതും ചെറുതായി കട്ട് ചെയ്തത്, ആവശ്യത്തിന് മല്ലിയില, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ബീഫ് മസാല. പിന്നെ അതിലേക്ക് ആവശ്യം ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അത് ഏകദേശം 1 ടേബിൾ സ്പൂണോളം മതി. പിന്നെ ആവശ്യത്തിന് അതിലേക്ക് സോയാ സോസ്. അപ്പോൾ ബീഫ് കത്തായിഫിൻ്റെ മസാലയാണ് ആദ്യം ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആദ്യം ചെറുതായി കട്ട് ചെയ്ത 2 ചെറിയ സവാള ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഉരുളക്കിഴങ്ങും ഇട്ട് കൊടുക്കാം. കത്തായിഫിൻ്റെ ഫില്ലിങ്സ് അധികം വേണമെന്നില്ല. ഇത് 250 ഗ്രാം ബീഫിലേക്കുള്ള ഫില്ലിങ്സാണ്. ബീഫിൻ്റെ അളവ് കൂട്ടുന്നതിനനുസരിച്ച് നിങ്ങൾ ഫില്ലിങ്സും കൂട്ടണം. ഇനി ഇതൊന്ന് വാടിയിട്ട് അതിലേക്ക് 1 ടീസ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് വഴറ്റി വാടി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ അതൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമ്മൾ മസാലകളാണ് ഇട്ട് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, വീണ്ടും 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ബീഫ് മസാലയാണിത്. ഇനി ഒന്നും കൂടി വഴറ്റുക. അപ്പോൾ മസാല എല്ലായിടത്തും ചേരുന്നത് വരെ വഴറ്റി കൊടുക്കണം. മസാലയുടെ ഒരു പച്ചമണമൊക്കെ വിടുന്നത് വരെ വഴറ്റി കൊടുക്കുക. ഒരു നുള്ള് ഗരം മസാലയും ചേർത്ത് കൊടുക്കുക. അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി ബീഫ് ഇട്ട് കൊടുക്കാം. അപ്പോൾ മസാലയൊക്കെ എല്ലായിടത്തും പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബീഫാണ് ഇട്ട് കൊടുക്കുന്നത്. ബീഫ് നമ്മൾ വേവിച്ചെടുത്തതാണ്. ഇത് കുരുമുളകും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി അത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. മസാലയും ബീഫും മിക്സായി വന്നതിന് ശേഷമാണ് നമ്മൾ ലാസ്റ്റാണ് സോയാ സോസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം സോയാ സോസും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. മല്ലിയില ഇട്ടതിന് ശേഷം ഇതൊന്ന് ഇറക്കി വെക്കാം. 1/4 കപ്പ് ഇളം ചൂടുവെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 3 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർക്കേണ്ടത്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈസ്റ്റ് ഒന്ന് അരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പൊടി റെഡിയാക്കാം. മൈദ 1 കപ്പ്, കാൽ കപ്പ് റവ, പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ,
പിന്നെ 3 ടേബിൾ സ്പൂണോളം പാൽപ്പൊടി, പാലിന് പകരമായിട്ടാണ് പാൽപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഈസ്റ്റ് പാർന്ന് കൊടുക്കണം. ഇനി നന്നായിട്ട് ഈ മാവ് റെഡിയാവുന്നത് വരെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫില്ലിങ്സ് റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്കുള്ള ഓട്ടട പോലത്തെ ഒരു അപ്പമാണ് റെഡിയാക്കുന്നത്. ഇപ്പോൾ മാവ് റെഡിയായി വന്നിട്ടുണ്ട്. ഏകദേശം ഒരു ദോശമാവിൻ്റെ കൺസിസ്റ്റൻസി കിട്ടിയിട്ടുണ്ട്. ഈ മാവ് നമ്മൾ 1 മണിക്കൂറോളം ഇനി മാറ്റി വെക്കണം. ഇതൊന്ന് പൊന്തി വന്ന് കിട്ടാനുണ്ട്. അപ്പോൾ പൊന്തി വരാൻ വേണ്ടിയിട്ട് നമ്മളിത് 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറോളം മാറ്റി വെച്ചിട്ട് വേണം ഉണ്ടാക്കാൻ. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മാവെല്ലാം ഏകദേശം പൊന്തി വന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാന് ചൂടാക്കിയിട്ട് അപ്പം റെഡിയാക്കാം. അപ്പം ചുട്ടെടുക്കാനുള്ള ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായതിന് ശേഷമാണ് അപ്പം ഓരോ കയ്യിൽ വീതം പാർന്നു കൊടുക്കുന്നത്. നമ്മളിവിടെ കയ്യിലാണ് അളവെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു കയ്യിൽ വീതം വെച്ചിട്ടാണ് അപ്പം ചുടുന്നത്. ഇനി ചട്ടി വെച്ചിട്ട് തന്നെ ഇതൊന്ന് ചുറ്റിച്ചെടുക്കാം. ചെറിയ ചെറിയ ഓട്ടകൾ ഇങ്ങനെ വരാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ അപ്പം വെന്ത് വരുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അപ്പം മുഴുവനായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം നല്ല സോഫ്റ്റായിട്ട് തന്നെ ഒരു കുഴപ്പമില്ലാതെ ചട്ടിയിൽ ഒട്ടിപ്പിടിക്കാതെ തന്നെ അപ്പം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ബാക്കി മാവ് കൊണ്ട് അപ്പം ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫില്ലിങ്സ് നിറക്കുകയാണ്. അപ്പോൾ അപ്പത്തിൻ്റെ 2 അറ്റവും ചേർത്ത് വെച്ച് ഒട്ടിച്ചെടുക്കണം. ഒരു സൈഡിൽ നിന്ന് ഒട്ടിച്ചെടുക്കുക. മുകൾ ഭാഗത്ത് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ബാക്കി സൈഡ് ഒട്ടിച്ചെടുക്കാൻ. നമ്മൾ ഈ ഗ്യാപ്പ് ഇടുന്ന സ്ഥലത്താണ് നമ്മുടെ ഫില്ലിങ്സ് ചേർത്ത് കൊടുക്കുന്നത്. കണ്ട ഇതുപോലെ ഒട്ടിച്ചെടുത്ത് ഇനി ഇതിൻ്റെ ഉള്ളിലേക്കാണ് ഫില്ലിങ്സ് നിറക്കുന്നത്. ഫില്ലിങ്സ് എത്രയാണോ ഇതിലേക്ക് കൊള്ളാവുന്നത് അതിനനുസരിച്ചിട്ട് വേണം നിറച്ച് കൊടുക്കാൻ. പൊട്ടിപ്പോവാത്ത രീതിയിൽ വേണം നിറച്ച് കൊടുക്കാൻ. ഫില്ലിങ്സ് ഒന്ന് കൈ വെച്ചിട്ട് നിങ്ങളൊന്ന് റെഡിയാക്കി എടുക്കണം. അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഒന്ന് തള്ളി കൊടുത്തിട്ട് റെഡിയായിട്ട് എടുക്കണം. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ള അപ്പത്തിലൂടെ ഫില്ലിങ്സ് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ കത്തായിഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ആകാംക്ഷ ഉണ്ടാവും എന്താണ് ഈ കത്തായിഫ് എന്ന്. ഇത് തന്നെയാണ് കത്തായിഫ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നല്ല ടേസ്റ്റാണ്. ബീഫ് വെച്ച് ചെയ്താൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഞങ്ങളെ അറിയിക്കണം. താങ്ക് യു.